എന്നെ കഴിഞ്ഞ് ആരുമില്ലെന്നുള്ള വിചാരം നമ്മുടെ തകർച്ചയുടെ തുടക്കമാണ്. ഒരു ഗ്രാമത്തിൽ ഒരു മാവുണ്ട്. പ്രായമേറെയുള്ള ഈ മാവിനെ പഴമാവെന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചു. അവധിക്കാലത്ത് കുട്ടികൾ ഈ മാവിൻ്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടുകയും കളിക്കുകയും മാങ്ങ പറിച്ച് തിന്നുകയും ചെയ്തു. അങ്ങനെ ഈ പഴയ മാവ് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി. ഈ സമയത്താണ് കുറച്ച് കുട്ടികൾ ചേർന്ന് ഈ മാവിൻ്റെ ചുവട്ടിൽ ഒരു റോസാ ചെടി നട്ട് വെള്ളം കോരി. വൈകാതെ ഈ റോസാ ചെടി പൂക്കുകയും ചെയ്തു. നല്ല മണമുള്ള പൂക്കൾ അവർക്ക് ലഭിച്ചു. ഈ കുട്ടികൾ അതിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ച് തലയിൽ വെച്ച് സന്തോഷിച്ച് ഇങ്ങനെ പോകുമ്പോൾ അവർ ഈ റോസാ ചെടിയെ ഒത്തിരി പുകഴ്ത്തി സംസാരിക്കുവാൻ തുടങ്ങി. ഇത് കേട്ട് റോസാ ചെടിക്ക് അഹന്തയുടെ വേരുകൾ മനസ്സിൽ മുളച്ചു. തൻ്റെ സൗന്ദര്യത്തിൽ റോസാ ചെടി അഭിമാനം പൂണ്ടു. തൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ പഴയ മാവിനെ കളിയാക്കി ചിരിക്കുവാൻ തുടങ്ങി. ഇയാൾക്ക് എന്നെ പോലെ കാറ്റിൽ നൃത്തം ചെയ്യാൻ സാധിക്കുമോ? സുഗന്ധമുള്ള പൂക്കൾ വിരിയിക്കുവാൻ സാധിക്കുമോ? ഒരു നാൾ റോസാ ചെടി ഈ പഴയ മാവിനോട് പറഞ്ഞു, പൂ പറിക്കുവാൻ വരുന്നവരുടെ വിരലുകൾ ഞാൻ മുള്ളുകൊണ്ട് കുത്തിമുറിക്കും. ഇത് കേട്ട് ശാന്തമായി പഴയ മാവ് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നെ കല്ലെറിയുന്നവർക്ക് ഞാൻ കൂടുതൽ മാമ്പഴം നൽകും. അതിലേറെ സഹായിക്കുവാൻ എനിക്ക് സാധിക്കില്ല. ജീവിതാനുഭവമേറെയുള്ള പഴയ മാവിന് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. റോസാ ചെടിക്ക് മാവ് പറഞ്ഞതിൻ്റെ പൊരുത്തം മനസ്സിലായി. നാമും ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് പ്രാവീണ്യം ഉണ്ടായിരിക്കാം, പക്ഷേ 1000 കാര്യങ്ങളിൽ പ്രാഥമികമായ അറിവ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ചെറിയ അറിവ് വെച്ച് അഹങ്കരിക്കുകയോ അറിവില്ലാത്തവരെ നിന്ദിക്കുകയോ വേണ്ട. എല്ലാവരുടെയും കഴിവും പ്രാധാന്യവും നാം വകവെച്ച് കൊടുക്കണം. ഭാരിച്ച ചുമടെടുത്തു വയ്ക്കുവാൻ കായബലമുള്ള നിരക്ഷരൻ ആവാം നമ്മെ സഹായിക്കുക.